ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ഉപ്പിലിടുന്ന വീഡിയോ ആണ്. അത് നമുക്കൊന്ന് പോയി കാണാം. നമുക്ക് വളരെ കുറച്ചാണ് കിട്ടിയിരിക്കുന്നത് ഉപ്പിലിടാൻ. അപ്പോൾ നമ്മൾ ചെറിയൊരു ടിന്നിലാണ് ഇടുന്നത്, അത് കാരണം ഇത്രയൊക്കെ മതി. ഇതിന് പറയുന്നത് അരിനെല്ലിക്ക എന്നാണ്. ഓരോരുത്തരുടെ നാട്ടിൽ വേറെ പേരൊക്കെ ആയിരിക്കും. അത് എന്തൊക്കെ പേരാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാണ് നമ്മൾ ഉപ്പിലിടാൻ പോകുന്ന സാധനം. നമുക്ക് ഉപ്പിലിടാൻ വേണ്ടി ടിന്ന് ഞാൻ കാണിച്ചു തരാം. അരിനെല്ലിക്ക ഉപ്പിലിട്ട് ഇടാൻ വേണ്ടി ഞാൻ ഈ കുഞ്ഞൊരു പാത്രമാണ് എടുക്കുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ, അതിനകത്തിടാൻ ഉള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉപ്പിലിടുന്നതെന്ന് ഉമ്മ എടുത്ത് വെച്ചോ. ഉമ്മിതേ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് ആ പാത്രത്തിലോട്ട്. അടുത്തതായിട്ട് എന്തോ ഇടണ്ടേന്ന് വെച്ചോ. അടുത്തതായിട്ട് എന്തോ ഇടണ്ട. ഉമ്മി പച്ചമുളകൊക്കെ കീറി ഇട്ടു, അതെടുക്കാൻ പറ്റിയില്ല. തുമ്പീനെ കെട്ടാൻ വേണ്ടി പോയിരിക്കുകയാണ്. തുമ്പി ആരാന്നറിയാലോ, എൻ്റെ പൂച്ച. അതിനെ കെട്ടാൻ പോയിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഉമ്മ പച്ചമുളകും കീറി അതിനകത്ത് അരിനെല്ലിക്ക ഇട്ടു. കുറച്ച് അരിനെല്ലിക്ക ഇട്ടിട്ടുണ്ട്, അത് ഞാൻ എടുത്തിടാൻ പോവുകയാണ് ഗീസ്. നമ്മൾ അരിനെല്ലിക്ക എടുത്തു ഇടുവാണ് ഗീസ്. ഇരിക്കുന്നില്ല ഗീസ്, പറഞ്ഞു ഒരു അരിനെല്ലിക്ക ഞാൻ അടിച്ചു മാറ്റി. ഉമ്മ നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കുകയാണ്. നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് നല്ലതാണ്, പുളിയൊക്കെ കിട്ടും. നിങ്ങൾ എത്ര പേരും നാരങ്ങ ഉപ്പിലിടുമ്പോൾ നാരങ്ങ പിഴിഞ്ഞിടുമെന്ന് കമൻറ്റ് ചെയ്യണം. ഇത് അടച്ചു വെക്കും. ജസ്റ്റ് ഒരു 2-3 കുലുക്ക് അങ്ങ് കുലുക്കിയിട്ട് ഇത് നമ്മളൊരു സ്ഥലത്തേക്ക് അടച്ച് വെക്കുവേ. നന്നായിട്ട് കുലുക്കും. പുറത്തേക്ക് ചെറുതായിട്ട് വെള്ളം ചീറ്റിപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുണ്ടേ. നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിരുന്ന നെല്ലിക്ക സേഫായിട്ട് ഫ്രിഡ്ജിലോട്ട് കൊണ്ടുവച്ചു. ഇനി അതൊരു 2 ആഴ്ച കഴിയുമ്പോൾ നല്ല സെറ്റായി വരും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ അരിനെല്ലിക്ക ഇനി ഒരു 4 മാസത്തേക്ക് കേടാവാതെ അവിടെ തന്നെ ഇരുന്നോളൂ സേഫായിട്ട്. നമ്മൾ നേരത്തെ നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാരണം പിന്നെ കുഴപ്പമില്ല. എത്ര പേർക്ക് ഈ അരിനെല്ലിക്ക ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് ഇഷ്ടമാണെന്നൊന്നും കമൻറ്റ് ചെയ്തേക്കണേ. ഇവിടെ മിക്കവാറും അരിനെല്ലിക്ക ഇടയ്ക്ക് കൊണ്ടുവരുമ്പോൾ ഉപ്പിലിടാറുണ്ട്. അപ്പം ഞാൻ സ്കൂളിൽ ചോറിൻ്റെ കൂടെ കൊണ്ടുപോകാനുണ്ട്. എൻ്റെ കൂട്ടുകാരിമാർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ പിന്നെ ചമ്മന്തി ഉണ്ടായി തരും, അതൊക്കെ വെച്ച് അടിപൊളിയാണ് ഗൈസ്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമുള്ള ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ കൂട്ടുകാരെ. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ, സീ യു.